ഐബിൻ ജിജോ എന്ന 25 വയസ്സുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ ഇറക്കുമ്പോൾ തന്നെ സ്ട്രെച്ചറിൽ മലം കിടപ്പുണ്ട്, കട്ടച്ചോര കിടപ്പുണ്ട്, വായിൽ നിന്നും മൂക്കിൽ നിന്നും. ഇതിൻ്റെ ശരീരം ഉരഞ്ഞ് പോയതിൻ്റെ പാടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 100 മീറ്ററോളം ദൂരത്തിലാണ് ഇത്തരത്തിൽ ഐബിൻ ജിജോയെ ഇടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ഈ കാറ് വന്നത്. അതിൽ ആംബുലൻസ് തന്നെ വേണം ആളെ കൊണ്ടുപോകണേ. ഒരു വശം ചതഞ്ഞറിഞ്ഞ് കൊല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. CISF ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ക്രൂരമായ കൊലപാതകമാണ് ഇത്. CISF ചില ഉദ്യോഗസ്ഥന്മാരുടെ തൻപ്രമാണിത്വവും അവരുടെ അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനം. ഒരു കാര്യമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തു. അവരൊന്ന് സർവീസിൽ കയറിയുന്നു, ഡ്യൂട്ടിയിൽ കയറിയുന്നു രാവിലെ. അപ്പോൾ ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് എയർപോർട്ടിൽ വെച്ച് പോലീസ്. നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CIS ഉദ്യോഗസ്ഥർ ഐബിൻ ജിജോ എന്ന 25 വയസ്സുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തുള്ള നായത്തോട് എന്ന സ്ഥലമാണ്. ഈ റോഡിൽ വെച്ചാണ് ഐബിൻ ജിജോ കൊല്ലപ്പെടുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ CISF SI ആയിട്ടുള്ള വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തിയത്. ഇവിടെ തൊട്ടടുത്തുള്ള തോമ്പ്ര റോഡിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കമാണ് അവസാനം ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്. അവിടെ വെച്ച് തർക്കമുണ്ടാകുന്നു. രണ്ടുപേരുടെ കാറുകൾ തമ്മിൽ സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. ഇത് ചോദ്യം ചെയ്യുവാനായി ഇറങ്ങിയ ഐബിൻ ജിജോയെ ഈ വിനയകുമാർ ദാസ് എന്ന SI അയാൾ ഓടിച്ചിരുന്ന കാറ് ഉപയോഗിച്ച് ഇടിച്ചു. ആ ഇടിയിൽ ഐബിൻ ജിജോ ഈ കാറിൻ്റെ ബോണറ്റിൽ തൂങ്ങിക്കിടന്നു. അവിടെ നിന്ന് 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ കാണുന്ന റോഡിൽ കാറിൽ നിന്നും നിലത്തേക്ക് വീഴുന്നു. പിന്നീട് വാഹനം കയറ്റി കൊലപ്പെടുത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയുള്ള ഈ ഒരു പാട് ഈ കാറിൽ നിന്നും താഴേക്ക് വീണ ഐബിൻ ജിജോ ഉരഞ്ഞ പാടാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഉരഞ്ഞ് പോയതിൻ്റെ പാടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 100 മീറ്ററോളം ദൂരത്തിലാണ് ഇത്തരത്തിൽ ഐബിൻ ജിജോയെ ഇടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ഈ കാറ് വന്നത്. പിന്നീട് ഈ കാണുന്ന വീടിന് മുമ്പിൽ വാഹനം നിൽക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും പോലീസും എത്തിയതിന് ശേഷം ഈ വാഹനത്തിനടിയിൽ നിന്നും ഐബിൻ ജിജോയെ അവിടെ നിന്നും പുറത്തേക്ക് എടുക്കുകയായിരുന്നു. പിന്നീട് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ വിനയകുമാർ ദാസും അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വിനയകുമാർ ദാസ് ഓടിച്ചു കൊണ്ടുവന്ന കാറാണ് ഈ കാണുന്നത്. ഈ കാറ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നീട് രാവിലെയാണ് എത്തിച്ചത്. KL 39R6115 എന്ന ഈ മാരുതിയുടെ കാറാണ്. ഇതിലെ ഈ ബോണറ്റിലാണ് 1 കിലോമീറ്ററോളം ഈ മരിച്ച ഐബിൻ ജിജോ തൂങ്ങിക്കിടന്നത്. ബോണറ്റിൻ്റെ ഈ ഭാഗത്ത് പിടിച്ചാണ് കിടന്നത്. 1 കിലോമീറ്ററോളം എത്തിയതിന് ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് കൈവിട്ട് ഈ വാഹനത്തിനടിയിലേക്ക് വീഴുന്നത്. അവിടെ നിന്നും ഈ ടയറിനിടയിൽ കുരുങ്ങിയ ഐബിൻ ജിജോയുടെ ശരീരവുമായി 100 മീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷമാണ് കാറ് ഇവിടെ നിൽക്കുന്നത്. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ഈ കാർ ഓടിച്ചിരുന്ന വിനയകുമാർ ദാസ് കാറുമായി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഐബിൻ ജിജോയുടെ ശരീരത്തിൽ തട്ടി ഈ വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്ത് പിന്നീട് നടക്കുന്ന കാഴ്ച ഈ വിനയകുമാർ ദാസ് പിന്നീട് റോഡിൽ കിടക്കുന്നതായിട്ടാണ് നാട്ടുകാർ കാണുന്നത്, പോലീസ് എത്തുമ്പോഴും കാണുന്നത്. അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം വീണ് പരിക്കേറ്റതാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് പറയുന്നത് നാട്ടുകാർ കയ്യേറ്റം ചെയ്യുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം ഇവിടെ താഴെ വീണ് ബോധം പോയതാണ് എന്നാണ്. പക്ഷേ വിനയകുമാർ ദാസിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിനയകുമാർ ദാസിൻ്റെ താടിയെല്ല് തകർന്ന അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ തന്നെയാണ് ഐബിൻ ജിജോയുടെ ഭൗതിക ശരീരവും സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ പോലീസും ഫോറൻസിക് സംഘങ്ങളും പരിശോധന നടത്തുകയാണ്. കാറിൽ നിന്നും അവർ ഫോറൻസിക് പരിശോധനയിൽ ഈ തൂങ്ങിക്കിടന്നതിൻ്റെയൊക്കെ കൈരേഖകളും അതുപോലെ ബ്ലഡുമൊക്കെ ഈ കാറിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അവർ സ്റ്റിയറിംഗ് വീലിൽ നിന്നും ഈ വിനയകുമാർ ദാസിൻ്റെ ഫിംഗർ പ്രിൻ്റ് അടക്കം അവർ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ തെളിവെടുപ്പുകളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ വിനയകുമാർ ദാസ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്, അണ്ടർ കസ്റ്റഡിയിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. കൊലപാതക കുറ്റം ചുമത്തി എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. FIRൽ ഉടൻ തന്നെ അത് ചേർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1 കിലോമീറ്ററോളം വലിച്ചിഴച്ചതിന് ശേഷമാണ് ഇവിടെ എത്തി ഈ വാഹനം
കയറ്റി കൊലപ്പെടുത്തിയത്. നാട്ടുകാരെല്ലാവരും തന്നെ വലിയ ഞെട്ടലിലാണ്. ഈ പ്രദേശത്തെ കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്താണ് അദ്ദേഹം നേരിൽ കണ്ടതെന്ന് വ്യക്തമാക്കും. രാത്രി ഒരു 10:20 സംഭവം അറിയണത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ജനപ്രതിയാണ്. വരുമ്പോൾ ഈ വാഹനം ഇവിടെ കിടക്കുന്നു, തൊട്ടപ്പുറം കിടന്നിരുന്നത്. ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ 2 പേര് ബോധരഹിതരായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് കണ്ടത്. ഉടൻ തന്നെ പോലീസിലെ വിവരം അറിയിച്ചു. പോലീസ് അപ്പം തന്നെ വന്നു. പോലീസ് വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊന്നും കൊണ്ടുപോകുന്നൊരവസ്ഥയായതില്ല. ആംബുലൻസ് തന്നെ വേണം ആളെ കൊണ്ടുപോകണമെങ്കിൽ. ഒരു വശം ചതഞ്ഞരഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ തന്നെ ആംബുലൻസും വിളിച്ചു. ആംബുലൻസും വന്നു. അങ്കമാലിയിലെ ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുപോയി. അവിടെ എത്തി ഈ മരിച്ച ആളെയാണ്, മരിച്ചെന്ന് പറയപ്പെട്ട ആളെയാണ് നമ്മൾ കൊണ്ടുപോയിരുന്നത്. അവിടെ ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ ഇറക്കുമ്പോൾ തന്നെ സ്ട്രെച്ചറിൽ മലം കിടപ്പുണ്ട്, കട്ട ചോര കിടപ്പുണ്ട്. വായിൽ നിന്നും മൂക്കിൽ നിന്നും നല്ല കടുപ്പത്തിലുള്ള കട്ട ചോരയുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആൾ തീരെ മോശമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് പോലീസ് വാഹനത്തിൽ പ്രതി എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നത്. ഇവിടെ തൊട്ടടുത്ത് ഒരു AKG ഗ്രൗണ്ട് ഉണ്ട്. അതിനോട് ചേർന്നുള്ളൊരു തോമ്പറ റോഡിൽ വാഹനങ്ങളും തമ്മിൽ സൈഡ് കൊടുത്ത് ബന്ധപ്പെട്ടുണ്ടായ തർക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തർക്കം നടന്ന് പ്രശ്നം ഗുരുതരമാണെന്ന് കണ്ടപ്പോൾ തന്നെ ഈ മരണപ്പെട്ട വ്യക്തി വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ CSFകാരൻ്റെ അവരുടെ കൂടെ ഉണ്ടായ മറ്റ് CSFകാരൻ വീഡിയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വാഹനം ഈ മരണപ്പെട്ട ആളെ ഇടിച്ച് സ്വാഭാവികമായിട്ടും ആൾ ബോണറ്റുമേക്ക് വീണു. അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരം ഈ വാഹനത്തിൻ്റെ ബോണറ്റും ഇരുന്നാണ് ഇയാൾ വന്നതാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ വന്നപ്പോഴേക്കും പ്രദേശവാസികൾ ഇതിലെ പോകുന്ന ആൾ ഇത് കണ്ട് അസ്വാഭാവികം കണ്ടു. തൊട്ടപ്പുറം ആൾ ബോണറ്റുമേൽ നിന്ന് വീണ് റോട്ടിൽ കൂടെ ഒരച്ച കൊണ്ടുതന്നത്. അയാളുടെ ഷർട്ടിൻ്റെ പാടൊക്കെ കൂടെ കിടപ്പുണ്ട്. അതായത് ഈ ടയറിൻ്റെ ഇടയിൽ കുരുങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പാട് കാണുന്നത്. അത് ഈ വശം മൊത്തം ചതഞ്ഞരഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും പിടിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. വളരെ മോശം അവസ്ഥയായിരുന്നു. പിന്നെ പാൻറ്റിൻ്റെ അവിടുത്തെ നമ്മുടെ ബെൽറ്റും ബനിയന്മേയും പിടിച്ചാണ് ആളെ പൊക്കി വാഹനത്തിൽ വിടുന്നത്. അല്ലാതെ ആളെ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. എങ്ങും തൊടാൻ പറ്റില്ല. മൊത്തം ചതഞ്ഞരഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ഇത് CISFൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെ തൻപ്രമാണിത്വവും അവരുടെ അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനം. ഒരു കാര്യമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തു. അതാണ് യഥാർത്ഥം നടത്തുന്നത്. പോലീസ് എന്തായാലും ഉചിതമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വണ്ടി ഓടിച്ചാൽ മദ്യപിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ വരുമ്പോൾ ആൾ കിടക്കാണ്. 2 ആൾ ഓടിപ്പോയായിരുന്നു. അവരൊന്ന് സർവീസിൽ കയറിയിരുന്നു. ഡ്യൂട്ടിയിൽ കയറിയിരുന്നു രാവിലെ. അപ്പോൾ ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് എയർപോർട്ടിൽ വെച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിരവധി ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന പ്രദേശമാണ്. ആളായിട്ടൊന്നും നാട്ടുകാർക്ക് യാതൊരു പ്രശ്നമില്ല. അവിടെ നന്നായി പോകുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഇത് CSFൻ്റെ അവരൊരു കേന്ദ്ര സേനയാണ്. യഥാർത്ഥത്തിൽ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടുന്ന ബാധ്യതയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ തന്നെ കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഈ ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും തലവേനുണ്ടോ? നാട്ടുകാരായിട്ട് വേറെ എന്തോ സംഭവമൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. ചേച്ചി വരുമ്പോൾ എന്താ കണ്ടത്? ഞാൻ ഇന്നാണ് വെളുപ്പിനെയാണ് ഇവരറിയണത്. ഇവരറിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് ഉണ്ടായെന്നുള്ളതിന് അറിയാൻ സാധിച്ചത്. ഇത്തരം നടപടികൾക്ക് നമുക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ ഈ രീതിയിൽ ഇത്രയും ദാരുണമായി കൊല നടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല ഈ റോഡിലേക്ക്. ഇല്ല, ഇങ്ങോട്ട് അവർ എവിടെ താമസിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇത്തരം നടപടിക്ക് എതിരായിട്ട് സർക്കാർ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. നേരിട്ട് കണ്ട ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? നേരിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയെന്നിപ്പോൾ മുൻപ് പറഞ്ഞ കൗൺസിലർ പറഞ്ഞ രീതി തന്നെയാണ് ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്. അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എനിക്കിതിന് നടപടി എടുക്കണമെന്ന് മാത്രമാണ്. ഈ നിരപരാധിക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കുകയും ഇതിൻ്റെ കുറ്റക്കാരെ ഇതിൻ്റെ ശിക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ മറ്റേ വണ്ടിയുടെ അടിയിൽ ആള് കിടക്കായിരുന്നു, മരിച്ച ആൾ. അപ്പോഴേക്കും കുറേ പിള്ളേരുണ്ടായി. ഞങ്ങൾ വന്ന ഇച്ചിരി വൈകിയാണ്. അപ്പോൾ അത് ഫ്രണ്ട് പൊക്കി മാറ്റിയാണ് ആളെടുത്തത്. വണ്ടിയുടെ അടിയിൽ നിന്ന്. വണ്ടിയുടെ അടിയിൽ നിന്ന് അപ്പോഴേക്കും പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴേക്കും പോലീസിനെ വിളിച്ചു വരുത്തി ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ ഇവർ അവിടെ നിന്ന് മറ്റേ ക്വാളിറ്റി ബാറിൻ്റെ അപ്പുറത്തെ റോട്ടിൽ വെച്ച് എന്തോ തർക്കം ഉണ്ടായിട്ട് അവിടെ നിന്ന് ബോണറ്റും ഇരുന്ന് പോരുന്നത് ഈ പയ്യനും ഫ്രണ്ടിലിരുന്ന് നോളൊളിക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പിള്ളേരുകൾ ബൈക്കിന് പോയിട്ട് അവർ തിരിച്ചു പിന്നാലെ വന്നപ്പോഴേക്കും ഇവിടെ വെച്ച് ആക്സിഡൻറ്റ് അടിയിൽ വീണ് വണ്ടി ഇവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിലൊരാളുണ്ടായിരുന്നു. അയാൾ ഇറങ്ങി ഓടി. പിന്നെ ഉള്ള ഒരു CSFകാരനയുടെ മറ്റേ ഇവിടെ ആ പുള്ളിയും മൂക്ക് പൊട്ടിയോ എന്താ അവിടെ വീണായിരുന്നു. അപ്പോൾ പിന്നെ പോലീസ് വന്നു. പിന്നെ ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. 108 വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ഒരു ആംബുലൻസ് ഉണ്ട്, അവർ വിളിച്ചു വന്ന് മരിച്ച ആളെ കയറ്റിക്കൊണ്ട് പോയി.
പിന്നെ പോലീസ് ജീപ്പിൽ കയറ്റാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഒരു തടസ്സം പോലെ പറഞ്ഞ ലാസ്റ്റ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ടാണ് ഈ ഓടിച്ച ഡ്രൈവർ. കേരളം ഞെട്ടലോടെയാണ് ഈ വാർത്ത രാവിലെ അറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. എന്തായാലും CISF ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഒരു ക്രൂരമായ കൊലപാതകമാണ് ഇവിടെ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 കിലോമീറ്ററോളം വലിച്ചിഴച്ചതിന് ശേഷമാണ് കാർ കയറ്റി കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.